കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മോനെ, നിന്റെ വരവോടെ വേണം നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നിക്കാൻ. ഇത്രയും കാലത്തെ സങ്കടങ്ങളെല്ലാം മറന്ന് സന്തോഷമായി ജീവിക്കാൻ. നിന്റെ ഗർഭം ഇതുപോലെ കലങ്ങും പ്രീതി. അക്കാര്യം ആരോടും പറയാൻ പോലും പറ്റാതെ വിങ്ങി പൊട്ടും നീ. നോക്കിക്കോ. നീ എന്താ പറഞ്ഞേ? ആന്റി എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കുമെന്നോ? അടിച്ചിറക്കാൻ പോകുന്നത് ആരെയാന്ന് കണ്ടോ നീ? അബോർഷൻ ആകുമ്പോ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും നീ. ഭർത്താവുമായി അകന്നു കഴിയുന്ന നീ എങ്ങനെ ഗർഭിണിയായെന്ന്, നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന്, അങ്ങനെ അങ്ങനെ അങ്ങനെ. പ്രീതി, നിന്റെ ഗർഭം കലക്കാനുള്ള വെടിമരുന്ന് പപ്പായ ജ്യൂസ്. ഞാൻ വരുന്നു പ്രീതി. പൈസ. ഹലോ, എന്താ ബാലൻസ്? ശാന്തേ, ഇവിടെ എത്രയാ? 50. അതല്ലേ ഇവിടെ വെച്ചിരിക്കുന്നേ? ഓ, അത് ഞാൻ കണ്ടില്ല. അമ്പതെന്നല്ലേ പറഞ്ഞേ? ഞാൻ 100 തന്നേ. എന്താ പറഞ്ഞേ? ബാലൻസ് 50 വേണം. എന്താ? ശാരദാമ്മേ, ശാരദാമ്മേ, ഇത് ഏത് ലോകത്താ? കുറച്ച് സാമ്പാർ, കുറച്ച് ഇവിടെ കൂടെ.
രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മനസ്സ് മറ്റെവിടെയോ പോയിരിക്കുക. അതാ വിളമ്പാൻ കൂടണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ശാരിയുടെ കാര്യം ആലോചിച്ചിട്ട് ഒരു മനസ്സമാധാനവും ഇല്ല ശാന്തേ. അതിനിപ്പോ എന്താ കുഴപ്പം? അവിടെ കാര്യങ്ങൾ സംസാരിച്ച ശേഷം ശാരിയെ കൂട്ടിക്കൊണ്ടു പോവാന്നാ രാജീവ് സാർ പറഞ്ഞിരുന്നത്. പിന്നെ ഇങ്ങോട്ടൊരു വിളി വന്നില്ല. രാവിലെ ശാരി സാറിനോട് മുഷിഞ്ഞ് സംസാരിക്കുകയും ചെയ്തു. സാറിന്റെ അമ്മയ്ക്ക് അറ്റാക്ക് വന്നതുകൊണ്ടല്ലേ ശാരദാമ്മേ? ആ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ? അതൊക്കെ പറഞ്ഞു തന്നെയാ ഞാൻ ശാരിയെ സമാധാനിപ്പിച്ചത്. എന്നാലും സമയം കടന്നു പോകുന്തോറും എന്റെ ഉള്ളില് ഒരു ഭയം. മോശമായത് എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ. നീ അങ്ങോട്ട് ചെല്ല്. ശരി. ദേവി കാത്തോളണേ. ശരി. ഇല്ല ഇല്ല, ഓക്കെ. ദാണ്ടി ജ്യൂസ്. ദാങ്ക് ജ്യൂസ്. ദാ ശാലിനി, നീ എടുത്തോ. എടുക്ക് എടുക്കുന്നേ. ദാ പ്രീതി, ജ്യൂസ് കുടിക്ക്. ജ്യൂസ് കുടിക്ക് പ്രീതി. കിച്ചണിൽ കയറി സുസ്മിത ജ്യൂസ് ഉണ്ടാക്കിയോ? വിശ്വസിക്കാനേ പറ്റുന്നില്ല. മനുഷ്യരെപ്പോഴും ഒരുപോലെ ആയിരിക്കോ പ്രീതി? മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എപ്പോഴും. എനിക്ക് മാറ്റം ഉണ്ടാകാൻ കാരണം എന്താന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളടി. സുസ്മിത പറഞ്ഞതാ ശരി. അവളിപ്പോ നല്ല മിടുക്കിയായി. ആന്റിയുടെ മനസ്സ് കാണാൻ ഞാൻ വൈകിപ്പോയി. ആന്റിയുടെ ആഗ്രഹം എങ്ങനെയാണോ അതിനനുസരിച്ച് ഞാൻ മാറും. കണ്ടോ രാഘവേട്ട? സുസ്മിത പറഞ്ഞതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല ഭാമേ. ഒരിക്കൽ ഇറങ്ങിയ പുഴയില് വീണ്ടും നമുക്ക് ഇറങ്ങാൻ പറ്റില്ലെന്ന് പറയാറുണ്ട്. വെള്ളം എപ്പോഴും ഒഴി ചില പൊട്ടക്കുളങ്ങളുണ്ട്. കാലം എത്രയായാലും അതിൽ അഴുക്ക് വെള്ളത്തിനോ ചെളിക്കോ പായലിനോ മാറ്റമുണ്ടാവില്ല. പുഴയാവണോ കുളമാവണോ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാ. ഇയാളെ ഏതെങ്കിലും പൊട്ടക്കുളത്തിൽ തന്നെ ചവിട്ടി താഴ്ത്തി ഞാൻ. എന്ത് ജ്യൂസാ ഇത്? പപ്പായ ജ്യൂസ് ആന്റി. ആ, എല്ലാരും ജ്യൂസ് കുടിക്ക്. ആ പ്രീതി, എന്താ ജ്യൂസ് കുടിക്കാത്ത? എനിക്ക് വേണ്ട. പപ്പായ ജ്യൂസ് നല്ലതാ മോളെ. രക്തത്തിൽ പ്ലേറ്റ്ലെറ്റ്സ് കൂടും. അത് മറ്റുള്ളവർക്കല്ലേ ആന്റി, ഇവക്ക് കലങ്ങും. ആ കുടിക്ക് പ്രീതി. എനിക്ക് വേണ്ട. അയ്യോ, അതെന്താ? പ്രീതി കുറച്ച് ആപ്പിൾ ജ്യൂസ് കുടിച്ചതേ ഉള്ളൂ ഇപ്പൊ, അതുകൊണ്ടാ. ഹാ, ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചതല്ലേ ഉള്ളൂ. ഹെവി ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇതും കൂടി കുടിക്കാം. അവൾക്ക് വേണ്ട പിന്നെ എന്തിനാ നിർബന്ധിക്കുന്നത്? ഞാൻ ആദ്യമായി സ്നേഹത്തോടെ ഉണ്ടാക്കി കൊടുത്തതല്ലേ അങ്കിൾ. അത് വേണ്ടാന്ന് പറയുന്നത്
അല്ല ഇപ്പൊ പ്രീതിക്ക് വേണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും കുടിച്ചാ പോരെ? ഇപ്പൊ കുടിച്ചാ എന്താ കുഴപ്പം? പിന്നീട് എപ്പോഴെങ്കിലും കുടിച്ചാ ഞാൻ കാണില്ലല്ലോ. എനിക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവർക്കും ഉറപ്പു വരണം പ്രീതിക്ക് എന്നോടുള്ള പിണക്കം മാറിയെന്ന്. അല്ല അതിന് കണ്ടോ ആന്റി, ഈ നിസ്സാര കാര്യത്തിൽ പോലും ശാലിനി ഇടപെടുന്നത്. പ്രീതിക്ക് എന്നോടുള്ള പിണക്കം മാറരുതെന്നാ ഇവക്ക്. ശാലിനി, ഈ വിഷയത്തിൽ നിന്റെ അഭിപ്രായം ആരും ചോദിച്ചില്ല. ഇവളെ കണ്ട് നീയും പഠിക്കുകയാണോ? ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ല എന്നുണ്ടോ? വാങ്ങിക്കു പ്രീതി. ഞാൻ കുടിക്കാമേ. ഞാൻ കുടിച്ചു. സന്തോഷായില്ലേ അമ്മയ്ക്ക്? ജ്യൂസ് കുടിക്കാനാ ഇത്രയും ബഹളം? ഈ കുട്ടികളുടെ ഒരു കാര്യം. അവള് പപ്പായ ജ്യൂസ് കുടിച്ചല്ലോ. ഇനി അവൾക്ക് ഗർഭം ഇല്ലേ ശരിക്കും? പ്രീതി, എന്തിനാ പ്രീതി നീ എന്തിനാ പപ്പായ ജ്യൂസ് കുടിച്ചേ? ആ ഗ്ലാസ് അങ്ങ് താഴോട്ടിട്ടാ പോരായിരുന്നോ? ഞാൻ ഗ്ലാസ് താഴെ ഇട്ടാലും അമ്മ അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുള്ളൂ ശാലിനി. സുസ്മിതയോട് എനിക്ക് ഇപ്പോഴും ദേഷ്യമാണെന്ന് പറയും. എന്റെ പേരിൽ ശാലിനിയെ കൂടി കുറ്റപ്പെടുത്തിയപ്പോ പിടിച്ചു നിൽക്കാനായില്ല. അമ്മയെ ബോധ്യപ്പെടുത്താൻ നിവൃത്തിയോട് കൊണ്ട് കുടിച്ചതാ. സുസ്മിത എന്തിനാ പപ്പായ ജ്യൂസ് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നത്? അതും കിച്ചണിൽ കയറാത്തവള്. അറിയില്ല ശാലിനി. പ്രീതിയുടെ കാര്യത്തിൽ അവൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും അവള് കൊണ്ടുവരുന്നതൊന്നും ഇനി വാങ്ങി കഴിക്കണ്ട. ഗർഭിണിയാണോ എന്ന് സംശയം തോന്നിയാൽ തന്നെ ഒരു പെണ്ണ് അങ്ങനെയൊക്കെ ചെയ്യോ ശാലിനി? സുസ്മിതയല്ലേ, അവൾ അതിനപ്പുറവും ചെയ്യും. എനിക്കെന്തോ പേടി തോന്നുന്നു ശാലിനി. കുഞ്ഞാമ്പോഷനായി പോകുന്നു. ഏയ്, അതൊക്കെ ഓരോ വിശ്വാസങ്ങളല്ലേ പ്രീതി. ഗർഭിണികൾ പപ്പായും പൈനാപ്പിളും ഒന്നും കഴിക്കരുതെന്ന്. അങ്ങനെയാണെങ്കിലേ കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്യാൻ നടക്കുന്നവരെന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത്? അവർക്കോരോ പപ്പായും പൈനാപ്പിളും ഒക്കെ വാങ്ങി കഴിച്ചാ പോരെ. പിന്നെ ഒരു റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചാ ഞാനത് കുടിക്കണ്ടെന്ന് പറഞ്ഞത്. എന്റെ അർജുനേട്ടന്റെയും പ്രീതിയുടെയും കുഞ്ഞിന് ഒരു കുഴപ്പവും വരില്ല. ആരോഗ്യത്തോടെ തന്നെ പറക്കും. പ്രീതി പേടിക്കണ്ട, ദൈവം കാവലുണ്ട്.
താനെന്താ ഇവിടെ? എന്താ എനിക്കിവിടെ വിലക്ക് വല്ലതും ഉണ്ടോ? നമുക്ക് കുറച്ചപ്പുറത്ത് മാറി എന്ന് സംസാരിക്കാം. ആൾക്കാർ കണ്ട പ്രശ്നമാണ്. എന്ത് പ്രശ്നം? ഏത് പ്രശ്നത്തിനുള്ള മറുപടി ദാ ഇവിടെയുണ്ട്. ശാരിക എന്റെ കൂടെ വാ പ്ലീസ്. വരാൻ. സാറിന് പറയാനുള്ളത് എന്താന്ന് വെച്ചാ ഇപ്പൊ പറയണം. ശാരിക, ഇയാൾ എങ്ങനെ എന്നെ മുൾമുനയിൽ നിർത്തരുത്. ആരാരെയാണ് സാർ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നത്? ഇത്രയും തിടുക്കപ്പെട്ട ഒരു കല്യാണം വേണമെന്ന് ഞാൻ സാറിനോട് ആവശ്യപ്പെട്ടോ? കള്ളം പറഞ്ഞ് എന്നെ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണത്തിനാണെന്ന് പറഞ്ഞപ്പോ സമ്മതിക്കാതിരുന്നു ഞാൻ. വിടാതെ നിർബന്ധിച്ചത് ആരാ? കല്യാണം നടന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തിയത് ആരാ? ആ സാറാണോ താലി കെട്ടിക്കഴിഞ്ഞ് എന്റെ മുന്നിൽ ഒരു ഭീരുവിനെ പോലെ? എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട. ഞാൻ വിളിക്കുമ്പോ പോലും ഒരു മറുപടി തരാൻ സാവകാശം ഇല്ലാതെ എന്തിനായിരുന്നു സർ ഇത്രയും തിടുക്കത്തിലൊരു വിവാഹം? ആരെങ്കിലും എന്നെ കൊത്തിക്കൊണ്ട് പറക്കുന്നു ഭയന്നു സാറ്? ശാരിക അത്ര വിലപിടിപ്പുള്ള ഒരു അമൂല്യ രത്നമൊന്നുമല്ല. കുടുംബശ്രീ ഹോട്ടലിന്റെ അടുക്കള കിടന്നൊരു കരിക്കലം. അത് തേച്ചു മിനുക്കിയതും സ്വപ്നങ്ങൾ കൊണ്ടത് നിറച്ചതും ഒക്കെ സാർ ഒരാളാ. എന്തിനായിരുന്നു ഇതൊക്കെ? സ്വപ്നങ്ങളുടെ പടിവാതുക്ക് വരെ എത്തിച്ചിട്ട് എന്നെ കൈവിട്ട് കളയാനോ? ഇതിനുള്ള മറുപടി എന്റെ കയ്യിൽ ഇല്ല ശാരിക. സാറിന് എന്നോട് ഒന്നും പറയാനില്ലെന്നാണോ? അതോ ഇന്നലെ കണ്ട ആ പെണ്ണാണോ നിനക്ക് വലുത്? നീ വാക്ക് തരണം. ആ പെണ്ണുമായിട്ട് ഇനി ഒരു ബന്ധം ഉണ്ടാകില്ല എന്ന്. എടാ സത്യം ചെയ്യാൻ. പറയണം സർ. ക്ഷമിക്കണം സർ ബുദ്ധിമുട്ടിച്ചതിന്.